സോയ ചങ്ക്സ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണോ നിങ്ങൾ എങ്കിൽ ഈ ഒരു റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയോ. സോയ ചങ്ക്സ് നിങ്ങൾ ചോദിച്ച് മേടിച്ച് കഴിക്കും. ബീഫൊക്കെ ഉലർത്തുന്ന മാതിരി സോയ ചങ്ക്സ് ഒന്ന് ഉലർത്തി നോക്കി എന്ത് ടേസ്റ്റാണെന്നറിയാമോ. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എങ്ങനെ വേണേലും ഇത് കഴിക്കാനും പറ്റും. ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി താമസിക്കേണ്ട കേട്ടോ. എത്രയും പെട്ടെന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. ഇവിടെ ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കഴുകി വാരി വെച്ച സോയ ചങ്ക്സും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് തിളപ്പിക്കുക. സോയ ചങ്ക്സ് നന്നായിട്ട് കഴുകിയെടുക്കണേ, ഇല്ലെങ്കിൽ അതിൽ മണ്ണുണ്ടാവും. ഒരു 200 ഗ്രാം അളവിലാണ് സോയ ചങ്ക്സ് എടുത്തിരിക്കുന്നത്. ഈ സോയ ചങ്ക്സിന് ഒരു കുത്തരി ടേസ്റ്റ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് കഴുകിയെടുത്ത് കഴിയുമ്പോൾ ആ ടേസ്റ്റ് അങ്ങ് മാറും. ഇനി ഇതൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും മസാലയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് സവോള, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി. വെളുത്തുള്ളി ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി വലിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. മീഡിയം സവോള ആണെങ്കിൽ 4 എണ്ണം എടുക്കാം. ഇവിടെ 2 മീഡിയം സവോള, ഒരു വലിയ സവോള എടുത്തിരിക്കുന്നത്. അപ്പം ഒരു പകുതി സവോളയും കൂടെ കൂട്ടത്തിലെടുത്തിട്ടുണ്ട്. ഇനി തക്കാളി വലുതാണെങ്കിൽ 2 എണ്ണം, ചെറുതാണെങ്കിൽ 3 എണ്ണം എടുക്കാം. 200 ഗ്രാം സോയ എടുക്കുന്നെങ്കിൽ ഈ ഒരളവിൽ തന്നെ സവോളയും തക്കാളിയൊക്കെ എടുത്തോണേ. ഇനി ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം. ഇവിടെ ഇപ്പോൾ പുറത്ത് നല്ല മഴ നടക്കുന്നുണ്ട്. വോയിസിന് നല്ല ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഇടയ്ക്ക് സോയ ചങ്ക്സ് ഒക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിറച്ച് പത പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിൽ അഴുക്കൊക്കെ ആയിരിക്കും ഇത്. അപ്പോൾ ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടെ കഴുകി പിഴിഞ്ഞെടുത്ത് വെക്കണം. തക്കാളി സവാളയൊക്കെ ഞാൻ നീളത്തിലൊന്ന് അരിഞ്ഞു വെക്കുന്നുണ്ട്. ഇത് കനം കുറച്ച് അരിയേണ്ട കാര്യമില്ല, കുക്കറിനകത്തിട്ട് അടിക്കാനുള്ളതോ. അപ്പോൾ കുറച്ച് കട്ടി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. സവാള ഞാനിപ്പോൾ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി തക്കാളിയും കൂടെ ഇതുപോലെ ഒന്ന് അരിയാം. തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി നോക്കി വേണം എടുക്കാൻ. ഇപ്പോൾ ഇവിടെ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഒരു കുക്കറിലേക്ക് നമ്മൾ പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന സോയാബീൻ ഇട്ട് കൊടുക്കുക. സോയാബീൻ നന്നായിട്ട് വെള്ളം കുടിക്കും, അപ്പോൾ നന്നായിട്ട് അത് പിഴിഞ്ഞെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർക്കാം. എന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. മുളകും മഞ്ഞളും ഒക്കെ നന്നായിട്ട് പിടിക്കണമെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് തിരുമ്മി കൊടുക്കണം. കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നത്. എരിവിന് വേണ്ടിയിട്ട് പിന്നീട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കൈയൊന്നും എരിയൊന്നും പേടിക്കേണ്ട, ധൈര്യമായിട്ട് കൈ കൊണ്ട് തന്നെ തിരുമ്മി കൊടുക്കാം. ഇതൊന്ന് തിരുമ്മി കുഴച്ചതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവോള, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. ഇത് മാത്രമല്ല, ഇനി ഇതിനകത്തേക്ക് വേറെ കുറച്ച് സാധനങ്ങളും കൂടെ ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ചേർക്കാം. പിന്നെ ഒരു 5-6 കഷ്ണം പട്ട, ആവശ്യത്തിന് കറിവേപ്പില പിശുക്കണ്ട, നല്ലപോലെ ചേർത്തു. ഇനി ഇതിലേക്ക് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. 1 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചേർക്കണം. സോയ നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ ഉപ്പ് ആദ്യം കുറച്ച് ചേർത്താൽ മതി, പിന്നീട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ കുക്കർ വെച്ചിട്ടാണ് അതിനകത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് വലിപ്പമുള്ള കുക്കർ എടുത്തോണം. ഇത് ഞാൻ ഒതുക്കി കൊടുക്കുന്നുണ്ട്. വെന്ത് കഴിയുമ്പോൾ ഇത് പകുതിയേ ഉണ്ടാവുള്ളൂ. ഇനി മൂടി വെച്ച് ഒരു 2 വിസിൽ വരുന്നിടം വരെ ഒന്ന് വേവിക്കാം. ഈ ഒരു കറി വെക്കുമ്പോൾ പാടുള്ള ഒരു കാര്യം വെളുത്തുള്ളിയും ഇഞ്ചിയും സവോളയൊക്കെ പൊളിച്ചെടുക്കുന്ന പണിയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എളുപ്പമായി. ഇത് വെന്ത് വരുമ്പോഴേക്കും ഞാനിവിടെ കുറച്ച് ഉള്ളിയും പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. ഉള്ളി അരിഞ്ഞോ ചതച്ചോ എടുക്കാം. പച്ചമുളക് ഒന്ന് കീറി എടുത്താൽ മതി. ഞാനിവിടെ ഉള്ളി അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. ഇനി അടി കട്ടിയുള്ള നല്ലൊരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. തേങ്ങാക്കൊത്ത് കഴിക്കാൻ ഇഷ്ടമുള്ളവർ മാത്രം തേങ്ങാക്കൊത്ത് ചേർത്താൽ മതി. അത് ചെറുതായിട്ട് വേണമെങ്കിലും അരിഞ്ഞിടാം. ഞാനിപ്പോൾ ഇച്ചിരി വലുപ്പത്തിലാണ് അരിഞ്ഞിട്ടിരിക്കുന്നത്. പിന്നെ ഉള്ളി കുറച്ച് കൂടുതലെടുത്താൽ അത്രയും ടേസ്റ്റായിരിക്കും. ഈ മസാല ചേർത്തുണ്ടാക്കുന്ന കറികളിലൊക്കെ തേങ്ങാക്കൊത്തിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റല്ലേ. ഉള്ളി ഒന്ന് ചുമന്ന് വരുന്നിടം വരെ വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്നായാൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനായിട്ട് ഞാൻ മുളക് പൊടി ചേർത്തിട്ടില്ല. അപ്പോൾ എരിവിനുള്ള മുളക് പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കണം. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഞാൻ ഒരു മീഡിയം എരിവിലാണ് ഇതുണ്ടാക്കുന്നത്. എരിവ് കൂടുതൽ വേണ്ടവർ മുളക് പൊടിയുടെ അളവ് കൂട്ടി ചേർത്താൽ മതി. പിന്നെ ലാസ്റ്റിൽ ഞാൻ കുരുമുളക് പൊടിയും പച്ചമുളകും അരിഞ്ഞതും ഒക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് വേണം എരിവ് ചേർക്കാനായിട്ട്. ഇപ്പോൾ ഈ പൊടിയുടെ പച്ചമണമൊക്കെ മാറി നല്ല മൂത്ത മണം വരുന്നുണ്ട്. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന സോയാബീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുക്കറിന് 2 വിസിൽ വന്നപ്പോൾ ഞാൻ ഇത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളത്തോട് കൂടി വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. ഇനി ഇത് അടച്ചു വെക്കരുത്. തുറന്ന് വെച്ച് തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. വെള്ളം അങ്ങ് വലിഞ്ഞോളൂ. ഇതിൻ്റെ ചോട്ട് നിന്ന് കൈവിടാതെ ഇളക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഉള്ളതുകൊണ്ട് അടിക്ക് പിടിക്കുമെന്ന് പേടിക്കുകയും വേണ്ട. അപ്പോൾ ഇതിൻ്റെ കുറച്ച് വെള്ളം ഒന്ന് വലിഞ്ഞിട്ടുണ്ട്. ഉപ്പ് നോക്കിയപ്പോൾ അല്പം കുറവായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. സോയ ഉലർത്തുന്നല്ലേ പറയുന്നത്. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് ഇത് വരട്ടിയെടുത്ത് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ചെറിയ ഫ്ലെയിമിൽ കിടന്നിട്ട് നന്നായിട്ട് മസാലയൊക്കെ വരണ്ട് വരുമ്പോഴാണ് അതിന് ടേസ്റ്റ്. സോയ കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്നിട്ട് ഈ റെസിപ്പി ഒന്ന് ഉണ്ടാക്കിയും കൂടെ നോക്കണം. നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കഴിക്കും ഇത്. പിന്നെ ഇത് വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെ ഉണ്ടാക്കണം. ആ വെളിച്ചെണ്ണയുടെ മണവും മസാലയുടെ മണമൊക്കെ വരുമ്പോൾ നമ്മൾ അറിയാണ്ട് തന്നെ ഇത് കഴിച്ചു പോകും. ഇതിനകത്ത് വെള്ളം വലിയുന്നതനുസരിച്ച് കുറേശ്ശെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ വെളിച്ചെണ്ണ ചേർക്കാം. ഞാൻ 1/2 ടീസ്പൂൺ വീതം എണ്ണയെ ചേർക്കുന്നുള്ളൂ. എണ്ണ അധികം ഞാൻ ഉപയോഗിക്കാറില്ല കറികൾക്കൊക്കെ. കുറച്ച് ടേസ്റ്റ് കുറഞ്ഞാലും എണ്ണ കുറച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്.
എണ്ണയൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ചേർത്തിട്ട് വരട്ടിയെടുത്തു. അപ്പം ഒന്നും കൂടെ ടേസ്റ്റാണ്. ഈ ഒരു സമയത്ത് ഗ്രേവിയോട് കൂടി കഴിക്കണമെങ്കിൽ ഇതിലേക്ക് അല്പം തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ നന്നായിട്ട് വരട്ടിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കീറി വെച്ചിരുന്ന പച്ചമുളകും ആവശ്യത്തിന് കറിവേപ്പില, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർക്കുന്നുണ്ട്. ഗരം മസാല ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് മീറ്റ് മസാല ചേർത്താലും മതി, അപ്പോഴും നല്ല ടേസ്റ്റാണ്. മസാല കഴിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് മീറ്റ് മസാല ചേർക്കാം. കുരുമുളക് പൊടിയുടെ ടേസ്റ്റൊക്കെ നന്നായിട്ട് ഇഷ്ടമാണെങ്കിൽ കുരുമുളക് പൊടിയുടെ അളവും കൂട്ടാം. ഈ പച്ച വെളിച്ചെണ്ണയും ഗരം മസാലയും കറിവേപ്പിലും എല്ലാം കൂടെ ചേർന്നിട്ട് വരുന്ന ഒരു സ്മെല്ലുണ്ടല്ലോ, അത് നമ്മളെ ശരിക്കും കൊതി പിടിപ്പിക്കും. ഇനി നിങ്ങളും കൂടെ ഇതൊന്നും ഉണ്ടാക്കി കഴിച്ചിട്ട് അഭിപ്രായം പറ, ഞാൻ പറഞ്ഞത് ശരിയല്ലേന്ന്. ഇനി സോയാബീൻ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരുടെ മുന്നിലേക്ക് ഈ ട്രിക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കി, കഴിക്കുമല്ലോ എന്നറിയാം. ഇത്രയും നല്ലൊരു സോയയുടെ റെസിപ്പി ഇനി ആരും മിസ് ചെയ്യേണ്ട. ഇത്രയും പെട്ടെന്ന് ഉണ്ടാക്കി നോക്കിയോ, എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കരുത്. അപ്പോൾ ഇത് ചോറ്, ചപ്പാത്തി, പുട്ട്, ഇടിയപ്പം, അപ്പം എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ വേഗം തന്നെ ട്രൈ ചെയ്തു. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്